ഗൈസ് വാൻകൂവറിൽ ഇപ്പോൾ ഒരു എർത്ത് ക്വേക്ക് ഉണ്ടായി. ഒരു വലിയ സൗണ്ട് കേട്ടു. ഞാൻ ജസ്റ്റ് വെളിയിൽ ഇറങ്ങി നോക്കിയതാണ്. ഞാൻ വിചാരിച്ച ആക്ച്വലി എന്തോ കൺസ്ട്രക്ഷൻ എന്തോ നടക്കുവാണെന്നാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് മൊബൈലിൽ എമർജൻസി മെസ്സേജസ് വന്നു എർത്ത് ക്വേക്ക് ആണെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഞാൻ വെളിയിൽ ഇറങ്ങി. ആക്ച്വലി ഞാൻ ഡൗൺ ടൗണിലൊക്കെ അത് മെയിനായിട്ട് എഫക്റ്റ് ചെയ്തതെന്നാണ് പറഞ്ഞത്. ഇതുവരെ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ലൈക്ക് എന്തെങ്കിലും ഡാമേജസോ ഇഞ്ചുറീസോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഗൈസ് നമുക്കിന്ന് ഇച്ചിരി പരിപാടികളുണ്ട്. എനിക്ക് ഇച്ചിരി ഗ്രോസറി പർച്ചേസ് ഉണ്ട്. വണ്ടിക്ക് ഗ്യാസ് അടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ സംഭവമൊന്നുമില്ല. പക്ഷേ ഇവിടുത്തെ കാനഡയിൽ ഏറ്റവും അധികം ഗ്യാസിന് വിലയുള്ള സ്ഥലമാണ് സർ ഗൈസ് വാൻകൂവർ. അപ്പോൾ നമ്മൾ കാനഡയിലെ വാൻകൂവറിലെ ഗ്യാസിൻ്റെ വില കാണിച്ചു തരാം. പിന്നെ ഞാൻ യൂഷ്വലി എൻ്റെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലോണം ഗ്യാസ് കുടിക്കുന്നൊരു വണ്ടിയാണ്. അതൊരുമാതിരി പശു കാടി കുടിക്കുന്നതുകൊണ്ട് എൻ്റെ വണ്ടി ഗ്യാസ് കുടിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഡേ ഓഫിനൊന്നും ഈ വണ്ടി എടുക്കാറില്ല. അപ്പോൾ ഇനി അടുത്തൊരു 6-7 ദിവസം എനിക്ക് അടുപ്പിച്ച് ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അന്നേരം ഗ്യാസ് അടിക്കാൻ പോകുന്നതിൽ നല്ലത് ഇപ്പോൾ അങ്ങ് അടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലത്. അത് ഈ വണ്ടി നമുക്കൊന്ന് ചൂടാക്കാം. അതെ ഗൈസ്, അപ്പോൾ നമുക്ക് വണ്ടിയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് അതുപോലെ തന്നെ കാനഡയിലെ 1-2 മെഡിക്കൽ സംഭവങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എല്ലാവരുടെയും വിചാരം ഇവിടെ 100% മെഡിക്കൽ ഫ്രീ ആണെന്നുള്ളത് അല്ല. ചില കാര്യങ്ങളല്ല, മെയിനായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ പേ ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ വണ്ടി ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, സെറ്റാകട്ടെ. നല്ല വെതർ, ചെറിയ മഴ, ഒരു വാക്കിനൊക്കെ പോകാൻ പറ്റിയ വെതറാണ്. മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് കട്ട മഴയല്ല, ചെറിയ ഒരു സുഖമുള്ളൊരു മഴ. അപ്പോൾ അതുമൊക്കെ ആയി ഇങ്ങനെ നിൽക്കുന്നു. ഞാൻ ഇന്നലെ കാണിച്ചില്ലായിരുന്നു. ഇന്നലെ ഇവിടെ എല്ലാം കുറച്ചൊക്കെ സ്നോ ഉണ്ടായിരുന്നു. ആ മഴയൊക്കെ പെയ്ത് സ്നോ ഒക്കെ അങ്ങ് പോയി. പക്ഷേ ഇനിയും ഒരു അടുത്ത ആഴ്ചയ്ക്ക് അത്യാവശ്യം നല്ല തണുപ്പാന്ന് പറയുന്നുണ്ട്. പക്ഷേ സ്നോ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുള്ള തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റ് പ്രോവിൻസിലൊക്കെ അത്യാവശ്യം നല്ല സ്നോ സ്റ്റോറുമൊക്കെയാണ്. മറ്റേ ഒണ്ടാരിയോ ആൽബർട്ടയിലൊക്കെ എന്ന് പറഞ്ഞാൽ വെളിയിലിറങ്ങാനൊക്കാത്ത അവസ്ഥയാണ്. അത് വെച്ച് നോക്കുമ്പോൾ വാൻകൂവർ സ്വർഗ്ഗമാണ് ഗൈസ്. അപ്പോൾ പക്ഷേങ്കിൽ അതുപോലെ എക്സ്പെൻസീവാണ് വാൻകൂവറിൻ്റെ ചില എക്സ്പെൻസസ് ഇന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് നേരെ ഗ്യാസ് അടിക്കുക ആദ്യം. അല്ലേ വണ്ടി ഇനി മുന്നോട്ട് പോകത്തില്ല. ബിക്കോസ് കഴിഞ്ഞ ദിവസം ഞാൻ വണ്ടി ഷിഫ്റ്റ് കഴിഞ്ഞ് കൊണ്ടിട്ടതാണ്. നേരെ വാർണിംഗ് കാണിച്ചതായിരുന്നു. ഞാൻ പിന്നെ അന്നേരം ഒരു മടി കൊണ്ട് അങ്ങ് പോകാതിരുന്നത്. ആദ്യം പോയി ഗ്യാസ് അടിക്കാം. ഗൈസ് നമ്മൾ അടിച്ചു $117. ഓൾമോസ്റ്റ് 62 ലിറ്റേഴ്സ്. $117 ഗൈസ്. 2 ആഴ്ചത്തെ ഗ്യാസിൻ്റെ മാത്രം ചിലവാണ്. ഗൈസ് അങ്ങനെ ഗ്യാസ് ഒക്കെ അടിച്ചു. ഇനി എനിക്ക് നേരെ കനേഡിയൻ ടയറിലൊന്നും പോകണം. അവിടെ ഇച്ചിരി സാധനങ്ങൾ വാങ്ങാനുണ്ട്. കുറച്ച് ലൈക്ക് ഈ ഡിഷ് വാഷിങ്ങിൻ്റെ ഒക്കെ സംഭവങ്ങളും ഈ ഫ്ലോർ ക്ലീനിങ്ങും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. എനിക്ക് മെയിനായിട്ട് പോകേണ്ടത് എൻ്റെ സ്പെക്സ് ഒന്ന് ചേഞ്ച് ചെയ്യണമെന്നല്ല, ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്തിട്ട് പുതിയൊരു സ്പെക്സ് എടുക്കണം. കുഴപ്പമൊന്നുമില്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു സ്പെയർ ഗ്ലാസ് ഉണ്ടായിരുന്നു, അതങ്ങ് അഴുക്കായിപ്പോയി. അപ്പോൾ എന്തായാലും ഒരെണ്ണം വേണം. അപ്പോൾ അതൊക്കെ അതിൻ്റെ എക്സ്പെൻസസ് ഒക്കെ അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മെഡിക്കൽ MSPയിൽ ഇത് കവേർഡ് അല്ല. അതൊക്കെ നമ്മൾ പൈസ കൊടുത്ത് വേണം മേടിക്കാൻ. അപ്പോൾ അതിൻ്റെ കഥകൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് നേരെ കനേഡിയൻ ടയറിലോട്ട് പോകാം. ചെറിയ മഴയൊക്കെ ഉണ്ട്, പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല. ചെറിയ തണുപ്പുമുണ്ട്. എന്നാലും സെറ്റാണ്. നല്ല വെതറാണ്. നല്ല വെതറെന്ന് പറയാനൊക്കത്തില്ല. ചെറിയ മഴയുണ്ട്. അത് ഇന്നിങ്ങനെ നിൽക്കുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഹെവി റെയിൻ കിട്ടാൻ ചാൻസ് ഇല്ല. കാരണം നമ്മൾ കനേഡിയൻ ടയറിൽ വന്ന് എനിക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇച്ചിരി സാധനങ്ങൾ മേടിക്കാനുണ്ട്. ഇത് ആക്ച്വലി നല്ലൊരു കോംപ്ലക്സ്. ഇവിടെ മാർഷൽസ് ഉണ്ട്, ഇവിടെ ബെസ്റ്റ് ബൈ ഉണ്ട്, കനേഡിയൻ ടയറുണ്ട്. ഇതിൻ്റെ താഴെ തന്നെ മാർക്സ്, പിന്നെ സ്പോർട്സ് ടെക്കൊക്കെ ഉണ്ട്. എനിക്ക് ആക്ച്വലി മാർക്സിലൊന്ന് പോകണമായിരുന്നു. എൻ്റെ വർക്ക് ബൂട്ട് സ്റ്റീൽ ടോ ഒന്ന് ചേഞ്ച് ചെയ്യണമായിരുന്നു. സ്റ്റീൽ ടോ ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും പുതിയത് വാങ്ങണം, എന്നാലേ ഒക്കത്തുള്ളൂ. ബിക്കോസ് അത് നമ്മൾ അതുപോലെ യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. കമ്പനി നമുക്ക് അതിനെ റീംബേഴ്സ് ചെയ്യും. അപ്പോൾ അത് നമ്മുടെ എക്സ്പെൻസ് അല്ല ഗൈസ്, അത് നമ്മുടെ ഒരു കമ്പനി നമുക്ക് തരുന്നൊരു സംഭവമാണ്. അപ്പോൾ പിന്നെ ഓൾറെഡി കമ്പനി ഇപ്രാവശ്യം ഈ വർഷം തുടങ്ങിയപ്പോഴേ നമുക്ക് പൈസ തന്നു. ഞാൻ ആ പൈസ എടുത്ത് പുട്ടടിച്ചു. ബട്ട് സ്റ്റിൽ ഇനിയിപ്പോൾ അത് വാങ്ങാതെ എനിക്ക് നിവൃത്തിയില്ല ഗൈസ്. എൻ്റെ സ്റ്റീൽ ടോ ഓൾമോസ്റ്റ് തീരുമാനമായി. അങ്ങനെ കനേഡിയൻ ടയറിന്ന് ഇറങ്ങി ഗൈസ്. അവിടെ എത്രയായി? $23.26. ഒന്നും വാങ്ങിയില്ല. നമ്മുടെ ഈ ക്ലീനിങ്ങിന് ആവശ്യമായിട്ടുള്ള ലൈക്ക് ഡിഷ് വാഷ് ചെയ്യുന്ന ലിക്വിഡ്, ഫ്ലോർ വാഷ് ചെയ്യുന്ന ലിക്വിഡ്, വാഷ്റൂമിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അതൊന്നും നമുക്ക് വേണ്ടാന്ന് വെക്കാനൊക്കത്തില്ല ഗൈസ്. എല്ലാം ബേസിക് എക്സ്പെൻസസ് ആണ്. ഇനി മെയിനായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ മതില്ല, എനിക്ക് സ്റ്റീൽ ടോ വാങ്ങണമായിരുന്നു. പക്ഷേ ആ കട തുറന്നിട്ടില്ല. അത് 9 o'clock ആവും. ഇപ്പോൾ ഒരു 8:30 ആയതേ ഉള്ളൂ. പിന്നെ ഞാൻ ഇറങ്ങിയതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ മതില്ല, സ്പെക്സ് ചേഞ്ച് ചെയ്യണം. സ്പെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മെയിനായിട്ട് നമ്മുടെ MSP കവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കവേർഡാണ്. പക്ഷെങ്കിൽ ഞാൻ പറയാതെ തന്നെ പല വീഡിയോസിലും പലരും പറഞ്ഞു നിങ്ങൾക്കറിയാം, ഇവിടുത്തെ മെഡിക്കൽ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ അത്ര നല്ലതല്ല. ലൈക്ക് നമുക്കൊരു അപ്പോയിൻമെൻറ്റ്, ഒരു ഡോക്ടേഴ്സ് അപ്പോയിൻമെൻറ്റ്, ഇപ്പോൾ ഒരു ഫാമിലി ഡോക്ടറിനെ കിട്ടണമെങ്കിൽ തന്നെ വലിയൊരു ഡീലാണ്, വലിയ ബുദ്ധിമുട്ടാണ് കിട്ടാൻ. അപ്പം
അപ്പോൾ അതിനെപ്പറ്റിയൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് കവേർഡ് അല്ലാത്ത ഒന്ന് ഡെൻറ്റൽ, പിന്നെ ഐ, ഇത് രണ്ടും ഭയങ്കര എക്സ്പെൻസീവുമാണ്. ബിക്കോസ് നാട്ടിൽ നിന്നൊക്കെ വരുന്നവർ മിക്കവാറും കണ്ണാടിയൊക്കെ വാങ്ങിയല്ല അവിടുന്ന് തന്നെ പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടാണ് വരുന്നത്. പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിയുള്ളവർക്ക് ഇവർക്ക് ഇൻഷുറൻസ് ഉണ്ട്. അല്ലാതെ നമ്മൾ പ്രൈവറ്റ് ഇൻഷുറൻസ് വാങ്ങാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ജോലിയുള്ളതുകൊണ്ട് എനിക്കിതെല്ലാം കമ്പനി കവേർഡാണ്. കമ്പനി കവേർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് നമ്മളിപ്പോൾ ചെന്ന് $10,000 കണ്ണാടി മേടിച്ച് കഴിഞ്ഞാൽ മൊത്തം ഒന്നും അവർ തരത്തില്ല. 2 ഇയേഴ്സിന് എങ്ങാണ്ട് $500 കവറേജ് ഉണ്ട്. അതിപ്പോൾ നമ്മൾ ഫാമിലി ആണെങ്കിൽ ഹസ്ബൻഡിനും വൈഫിനും കവേർഡാണ്. ഇപ്പം എൻ്റെ കവറേജിൽ എൻ്റെ വൈഫിനും കവേർഡാണ്. അതുപോലെ തന്നെ അവൾക്കും ജോലിയുള്ളതുകൊണ്ട് അവളുടെ കവറേജിൽ ഞാനും കവേർഡാണ്. അപ്പം നമുക്ക് ഡബിളുണ്ട്. ഓണസ്റ്റ്ലി ഞാൻ അത്രയൊന്നും ഇത് യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഞാൻ യൂസ് ചെയ്യും, ബിക്കോസ് എനിക്ക് കണ്ണാടി ഉള്ളതുകൊണ്ടും പിന്നെ എപ്പോൾ എല്ലാ 2 വർഷം കൂടുമ്പോഴും $500 എനിക്കും ഉണ്ട് അവൾക്കും ഉണ്ട്. അത് യൂസ് ചെയ്തുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് സൺഗ്ലാസ് ഒക്കെ ചേഞ്ച് ചെയ്യും. പക്ഷെ അതുകൊണ്ട് ഇപ്പോൾ പറ്റിപ്പോയി എന്താണെന്ന് പറഞ്ഞാൽ സൺഗ്ലാസ് ഒക്കെ വാങ്ങി മെയിനായിട്ടുള്ള ഗ്ലാസ് വാങ്ങാനുള്ള ഇത് ലിമിറ്റ് അങ്ങ് കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ ഓൾറെഡി ഒരെണ്ണം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇറങ്ങിയത് ഒരെണ്ണം വാങ്ങാൻ. ഇപ്പോൾ അടുത്ത 2 years ആയി. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയാണ് പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇതിനകത്ത് ചെക്കപ്പും ഒരു ഐ ചെക്കപ്പും എനിക്ക് തോന്നുന്നു $100-something. അതും 2 years കഴിയുമ്പോൾ നമുക്ക് ആഡ് ഓൺ ആവും. അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്യണം. ഞാൻ സ്ഥിരമായിട്ട് ഡൗൺ ടൗണിലൊരു കമ്മ്യൂണിറ്റി ഐ കെയർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അവിടെ പോകുന്നത്. അപ്പോൾ അവിടെ ചെല്ലുന്നുണ്ട്. അവിടെ അവർക്ക് ഒരുപാട് സെലക്ഷൻസ് ഒന്നുമില്ല. പക്ഷേങ്കിൽ നമ്മൾ ഇൻ കേസ് റെയ്ബാൻ്റെ ആണെങ്കിലും ഏതെങ്കിലും ഒരു നല്ല ബ്രാൻഡിൻ്റെ ഫ്രെയിം കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് വേണ്ടി വരുത്തി തരും. ഒത്തിരി സമയമൊന്നും എടുക്കത്തില്ല, വലിയ പൈസയില്ല. പിന്നത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഡയറക്റ്റ്ലി ഇൻഷുറൻസുമായിട്ട് ഇങ്ങനെ സംസാരിച്ചോളൂ. പക്ഷേ ഇൻഷുറൻസുകാരുമായിട്ട് ഇവർ ഡയറക്റ്റ്ലി സംസാരിച്ച് അവരങ്ങ് ക്യാഷ് ഡീലിങ്സ് നടത്തിക്കൊള്ളും. നമ്മൾ സാധനം നിന്ന് പിക്ക് ചെയ്താൽ മതി. പക്ഷേ റീസെൻ്റ്ലി എൻ്റെ ഇൻഷുറൻസ് എയർ കാനഡയുടെ ഇൻഷുറൻസ് റീസെൻ്റ്ലി ചേഞ്ച് ആയി. അപ്പോൾ അതിൻ്റെ പരിപാടികൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അത് അവിടെ ചെന്നിട്ട് വേണം ചോദിക്കാൻ. ചിലപ്പോൾ നമ്മൾ പേ ചെയ്തിട്ട് നമ്മൾ അവർ തരുന്ന ഇൻവോയ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. നമ്മുടെ ഇൻഷുറൻസ് കമ്പനിക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ട് അവർ നമുക്ക് ചെക്കോ അല്ലെങ്കിൽ ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്ത് തരും. പക്ഷേ സ്റ്റിൽ അവർ എന്താ പറയുന്നത്, ഈ ഓപ്റ്റിക്കൽസും ഇൻഷുറൻസും ഡയറക്റ്റ്ലി ഡീൽ ചെയ്യുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഇതിനിടയ്ക്ക് കിടന്ന് കളിക്കണ്ടല്ലോ. അപ്പോൾ ഏതായാലും ഇനി നേരെ പോയി കണ്ണാടിയുടെ പരിപാടി നോക്കാം. പക്ഷേ കണ്ണാടിയും 10 മണിക്കേ തുറക്കത്തുള്ളൂ. ഇനി എന്ത് ചെയ്യും, ഇടയ്ക്ക് എനിക്കൊരു 1 hour ഉണ്ട്. ഇവിടെ ആക്ച്വലി ഒരു ഹോട്ട് ചോക്ലേറ്റ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. നോക്കിയിട്ട് പറ്റുവാണെങ്കിൽ അതിന് പോയി കവർ ചെയ്യാനൊക്കെ വന്നു. ഏതായാലും ഇത്രയും പൈസ പൊട്ടി, എന്തായാലും ഹോട്ട് ചോക്ലേറ്റിൻ്റെ പൈസ കൂടെ പോട്ട്. പിന്നെ അൺഹെൽത്തി എന്നാലും വേണ്ടില്ല ഗൈസ്, ഒരു വ്ളോഗ് ആകത്തില്ലേ, കവറിങ്ങാണ്. ആ വ്ളോഗിനൊരു ലെങ്ത് ആകത്തില്ലേ. കോഫി ഷോപ്പ് കണ്ടുപിടിച്ചു, മിലാനോ എന്ന് പറഞ്ഞു. എൻ്റെ ഒരു ഫ്രണ്ട് ആക്ച്വലി സജസ്റ്റ് ചെയ്തത്. ഹോട്ട് ചോക്ലേറ്റ് ആണ് എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. എനിവേസ് നല്ല വ്യൂ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഇവിടുന്ന്. അതല്ലേ, ഇവിടെ നല്ലൊരു പ്ലേ ഗ്രൗണ്ടൊക്കെ ഉണ്ട്. ആളുകളൊക്കെ ആക്ച്വലി വാക്കിനൊക്കെ ഇറങ്ങുന്നൊരു സ്ഥലമാണ്. ഏതായാലും നമുക്കൊന്ന് പോയി നോക്കാം സംഭവം എങ്ങനെ ഉണ്ടാക്കും. ഞാൻ ആക്ച്വലി അങ്ങനെ വലിയ കോഫി ഷോപ്പിലൊന്നും വന്ന് കോഫി ഒന്നും കുടിക്കത്തില്ല. ബിക്കോസ് നമ്മൾ സ്ഥിരമായിട്ട് വർക്കൊക്കെ വെളിയിലായതുകൊണ്ട് ടിം ഹോട്ടലിൽ നിന്നൊക്കെ കോഫി മേടിക്കാറുണ്ട്. ഇതിപ്പോൾ എനിക്കൊരു മണിക്കൂറെങ്കിലും ഒന്ന് കളയണം ഗൈസ്. അപ്പോൾ അത് നോക്കാം എങ്ങനെയുണ്ട്. $1 hour സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. $10 സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഞാൻ ആക്ച്വലി അങ്ങനെ കോഫി ഷോപ്പിലൊന്നും പോയി ഇരിക്കാറുള്ളതല്ല. പുള്ളി കോഫി ഷോപ്പിലൊക്കെ വരുന്നവരൊക്കെ പറഞ്ഞാൽ വർക്ക് ചെയ്യാൻ വരുന്നവരും എൻ്റെ സ്റ്റുഡൻസും അങ്ങനെയൊക്കെ ഉള്ളവർ. പക്ഷേ ഭയങ്കര ചീപ്പാണ്. ഒരു ഡിഫറെൻറ്റ് ആംബിയൻസ് ആണ്. കണ്ടില്ലേ, നല്ല അടിപൊളി വ്യൂ. ഒരു കോഫി എടുത്ത് വൈറ്റ് ചോക്ലേറ്റ് മോക്ക, സ്ട്രോബെറി വൈറ്റ് ചോക്ലേറ്റ് മോക്ക, പിന്നെ ഒരു ക്രോസാൻഡ് പോലത്തെ എന്തൊരു സംഭവം, അതിൻ്റെ പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല. അതിൻ്റെ കൂടെ ഇതെല്ലാം കൂടെ $10 ആയുള്ളൂ. ചില്ലായിട്ടിരിക്കാൻ പറ്റിയ സ്ഥലം വിത്ത് വൈഫൈ. വെറുതെ അല്ല, സ്റ്റുഡൻസും വർക്ക് ചെയ്യുന്നവരും ഒക്കെ ഇവിടെ വന്നിരിക്കുന്നു. വേറെ തന്നെ ആംബിയൻസാണ്. ആക്ച്വലി നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വ്യൂവിലിരുന്ന് ഒരു കോഫിയെ കുടിച്ചപ്പോഴത്തേനും സെറ്റ്. ആക്ച്വലി വെറുത്തായിരുന്നു. ഒരു 1 hour സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലം. ബിക്കോസ് എനിക്കറിയാം കൂടുതലും കാനഡയിലുള്ളവർക്ക് വലിയ സംഭവമൊന്നുമില്ല. പക്ഷേ ഞാൻ അങ്ങനെ കഫേയിലൊന്നും അങ്ങനെ പോകാറില്ല. നമ്മൾ കൂടുതലും ബാറുകളാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമല്ലോ കേസ്. പക്ഷേ ഒരു നല്ല ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ നല്ലൊരു സ്ഥലമാണ് കഫേ. വലിയ ഞാൻ വിചാരിച്ചു ഓവർലി പ്രൈസ്ഡ് ആയിരിക്കും. നല്ല $10 ഇസ് പ്രിറ്റി ഡീസൻറ്റ്. പിന്നെ സ്റ്റുഡൻസ് ഒക്കെയാണ് കൂടുതലും ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഒരുപാട് പേര്, ബിക്കോസ് ഇന്നിവിടെ ഫാമിലി ഡേ, പബ്ലിക് ഹോളിഡേ. അപ്പോൾ പിന്നെ ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ ഈ സമയത്ത് അങ്ങനെ വലിയ ബിസി ആകുന്നതല്ല. ബട്ട് സ്റ്റിൽ ഒരു അത്യാവശ്യം തിരക്കുണ്ടെന്ന്. ഇത് നല്ലൊരു കഫേയാണ്. ഞാൻ ഇതിൻ്റെ ജസ്റ്റ് ഗൂഗിൾ റേറ്റിംഗ് നോക്കി പോയത്. മിലാനോ എന്ന് പറഞ്ഞു, അടിപൊളിയാണ്. ഇനി നമുക്ക് നേരെ സ്പെക്സ് മാറാൻ പോകാം.
ഇവിടുന്ന് ഇറങ്ങി ഒരു വെർത്ത് വിസിറ്റ് ആയിരുന്നു കേട്ടോ. ചുമ്മാ ഞാൻ റാൻഡംലി ഒന്ന് ചെക്ക് ചെയ്തത്, ഈ 1 hour ഒന്ന് കില്ല് ചെയ്യാൻ ഒന്ന് കളയാൻ വേണ്ടി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ഞാനൊരു കഫേ വന്ന് കയറിയതാണ്. നല്ല ആംബിയൻസ്. എനിക്കൊന്നൊരു സമ്മർ ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പാഡിയോയിൽ വന്നിരിക്കുക. നല്ല അടിപൊളി സെറ്റപ്പാണ്. അത്യാവശ്യം പാർക്കിങ്ങും ഉണ്ട് കേട്ടോ. നല്ല ഒരു ക്രൗഡഡ് ഏരിയ എന്നല്ല. യൂഷ്വലി കഫേ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഈ ഡൗൺ ടൗൺ ഏരിയയിലൊക്കെ ആയിരിക്കും, അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരിക്കും. ഇവിടെ വലിയ ക്രൗഡില്ല, ബട്ട് സ്റ്റിൽ ഇവർക്ക് കണ്ടില്ല അപ്സ്റ്റേഴ്സും ഇരിക്കാനൊക്കെയുള്ള സെറ്റപ്പ് ഉണ്ട്. ഞാൻ ആ താഴെ മാത്രമേ ഇരുന്നുള്ളൂ. അത്യാവശ്യം ആളുമുണ്ട്. ഇന്ന് ഞാൻ പറഞ്ഞില്ല, ഇന്ന് ഫാമിലി ഡേ ആയതുകൊണ്ട് ആളുകളൊക്കെ അത്യാവശ്യം വെളിയിൽ ഇറങ്ങുന്ന ദിവസം ഇവരൊരു കോഫിയൊക്കെ എടുത്തിട്ട് പിന്നെ ഒരു വാക്കിനൊക്കെ പോകും, അല്ലെങ്കിൽ വാക്ക് കഴിഞ്ഞ് വന്ന് ഒരു കോഫിക്ക് വന്നിരിക്കും. ഒരു ഡിഫറെൻറ്റ് ആംബിയൻസ്. കൊള്ളായിരുന്നു, സംഭവം സെറ്റായിരുന്നു. ഇനിയിപ്പോൾ എനിക്ക് അപ്പോയിൻമെൻ്റ് ഉണ്ട്, നമുക്ക് നേരെ ഇനി അങ്ങോട്ട് പോകാം. അവിടെ ചെന്ന് ഇനി ചെക്ക് ചെയ്യേണ്ടി വരുമോ? ഇനിയിപ്പോൾ അവരോട് ഞാൻ പറയാൻ പോവുകയാണ്, ഈ ചെക്ക് ചെയ്യുന്ന ക്യാഷ് കൂടെ നമ്മുടെ മറ്റേ ഗ്ലാസ്സിലോട്ട് ആഡ് ചെയ്ത് തരുവാണെങ്കിൽ ഒരു സൺഗ്ലാസ് കൂടെ വാങ്ങി സെറ്റാക്കാതല്ലേ. നേരം പോയി നോക്കട്ടെ. എൻ്റെ പുതിയ ഇൻഷുറൻസ് ആണ്, അവരുടെ ഡീലിങ്സ് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ സെറ്റ്. വണ്ടി പാർക്ക് ചെയ്ത് ഈ ഡൗൺ ടൗണിൽ വന്നുള്ള പ്രശ്നം ഇത്. ഒന്നാമത്തെ കാര്യം ട്രാഫിക്ക്, പാർക്കിംഗ് കണ്ടുപിടിക്കാനുള്ള വിഷമം, പിന്നെ എല്ലാ പാർക്കിങ്ങും പെയ്ഡ് ആയിരിക്കും. ഇന്ന് ആക്ച്വലി ഒരു വർക്കിംഗ് ഡേ അല്ലാത്തതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. നമ്മുടെ ഒപ്റ്റിക്കൽസ് അവിടെയാണ്, അതൊരു ഓപ്പൺ ആയിട്ടില്ല, വള്ളിയാണ് ഇവിടെ വരെ വന്നത് വെറുതെ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി, ബിക്കോസ് ഇത് ഓപ്പൺ അല്ലായിരുന്നു ഐ കെയർ. ചിലപ്പോൾ ഇന്ന് ഫാമിലി ഡേ ആയതുകൊണ്ട് ലേറ്റായിട്ടേ തുറക്കത്തതായിരിക്കും. പക്ഷേ ഇതുവരെ അതോടെ ഒന്ന് എഴുതിയൊന്നും വെച്ചാൽ ഗൈസ്. ആ വീഡിയോ കഴിഞ്ഞ് ഏതാണ്ട് 4 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. അന്ന് ഞാൻ അവിടെ ചെന്നപ്പോൾ ഫാമിലി ഡേ ആയിരുന്നു. ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തു, അവരത് തുറന്നില്ല, ഒപ്റ്റിക്കൽസ്. അപ്പോൾ ഇന്ന് നമുക്ക് വീണ്ടും അവിടെ പോകാം. ഇന്ന് ആക്ച്വലി എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു. ഇന്ന് ഞാനൊരു സിക്ക് അടിച്ചു ഗൈസ്. നമുക്ക് ഒരു വർഷത്തിൽ 10 സിക്ക് കോൾസ് ഉണ്ട്, അത് പെയ്ഡാണ്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നമ്മൾ തീർത്തില്ലെങ്കിൽ വെറുതെ ഇല്ലാതായിപ്പോത്തില്ല. അപ്പോൾ എനിവേസ് നമ്മളിപ്പോൾ പോകുന്നു. 10 മണിക്ക് അത് ഓപ്പൺ ചെയ്യുന്നത്, 10 മണി ആയില്ല. അപ്പോൾ എനിക്ക് അതിന് മുമ്പ് 10 മണിക്ക് എനിക്കൊരു ഹെയർ കട്ട് അപ്പോയിൻമെൻ്റ് ഉണ്ട്. അപ്പോൾ ഹെയർ കട്ടും ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ഇന്ന് തുറക്കുമെന്ന് വിചാരിക്കുന്നു, തുറക്കാതിരിക്കാൻ ചാൻസ് ഒന്നും ഇല്ല, ഇന്ന് തുറക്കും പിന്നല്ലാതെ. അപ്പോൾ ഞാൻ പോയി ഹെയർ കട്ട് ചെയ്തിട്ട് വരാം, പുതിയ ലുക്കുമായിട്ട് വരാം. അങ്ങനെ ഹെയർ കട്ടൊക്കെ എടുത്ത് കേസ്. ഞാൻ ആക്ച്വലി എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും ഒരു ഹെയർ കട്ട് എടുക്കുന്നത്. ഇപ്പോൾ സെറ്റായി. നമ്മുടെ ഹെയർ കട്ട് ചെയ്യുന്ന ലേഡി വെക്കേഷന് പോയേക്കുമായിരുന്നു. പുള്ളിക്കാരി മയാമി പോയിട്ട് വന്നേ ഉള്ളൂ. മയാമി സ്റ്റോറീസ് ഒക്കെ ആയിട്ടപ്പോൾ മയാമി പോകാൻ തോന്നുന്നു കേസ്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമുക്ക് US പോകാനൊക്കത്തില്ലല്ലോ. വേറെ ഒന്നും കൊണ്ടല്ല, കനേഡിയൻസിന് US പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ കനേഡിയൻ ഡോളറിൻ്റെ വാല്യൂ കുറവാണ്. നമ്മളവിടോട്ട് ചെല്ലുന്നുണ്ട്, നമ്മൾ ഓൾമോസ്റ്റ് $1 ലൈക്ക് നേരത്തെ ഈക്വലായിരുന്നു വാല്യൂ. ഇപ്പോൾ നമുക്ക് അവിടുത്തെ $1 സ്പെൻഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ $1.5 അവിടെ കൊടുക്കണം, അല്ലെ 1.5 കൂടുതൽ, ചെറിയ സെൻസ്. അപ്പോൾ അത് നമുക്ക് നഷ്ടമാണ്. ഇനിയപ്പോൾ നമുക്ക് നേരെ കണ്ണാടി സെറ്റ് ചെയ്യാൻ പോകാം ഗൈസ്. പിന്നെ ഗൈസ് നേരെ കമ്മ്യൂണിറ്റി ഹൈക്കർ ഡൗൺ ടൗണിൽ ആ ഒരു ഏരിയ സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു ഏരിയ. ബിക്കോസ് അതൊരു ഹോംലെസ് ഒക്കെ ഇച്ചിരി കൂടുതലായിട്ടുള്ളൊരു ഏരിയ. അപ്പോൾ വണ്ടി ഒന്നും അത്ര വിശ്വസിച്ച് കൊണ്ടിടാനൊക്കത്തില്ല. ഇമാരെ ചിലപ്പോൾ ഗ്ലാസ് ഒക്കെ അടിച്ച് പൊട്ടിക്കുന്ന സെറ്റപ്പൊക്കെ ഉണ്ട്. എന്നാലും നമ്മളവിടെ സ്ഥിരമായിട്ട് പോകുന്നതുകൊണ്ട് പിന്നെ അവരുടെ ബില്ലിംഗ് ഒക്കെ കറക്റ്റാണ്. ബിക്കോസ് ഞാൻ പറഞ്ഞു കൊണ്ട് തന്നെ ഇവർ ഡയറക്റ്റ്ലി നമ്മുടെ ഇൻഷുറൻസിനെയൊക്കെ ചിലപ്പോൾ അങ്ങ് ബില്ല് ചെയ്തോളും. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പുതിയ ഇൻഷുറൻസ് കാനഡ ഇപ്പോൾ റീസെൻ്റ്ലി ഇൻഷുറൻസ് ചേഞ്ച് ചെയ്ത് വേറെ കമ്പനിയിലുണ്ടാക്കി. അവരുടെ എങ്ങനെ നടത്തില്ല. അപ്പോൾ അങ്ങനെ അതിൽ ഇവർ ബില്ല് നമുക്ക് തരും, അത് നമ്മൾ സബ്മിറ്റ് ചെയ്താൽ മതി. 2 വീക്സിനകം നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് തിരിച്ചു വരും. പിന്നെന്തുവാ അങ്ങനെയൊക്കെ കിടക്കുന്ന കാര്യങ്ങൾ. നമുക്കതിൽ അങ്ങോട്ട് പോയി നോക്കാം. ചെറിയ മഴയൊക്കെ ഉണ്ട് ഗൈസ്. ഈ ഒരാഴ്ച ഫുള്ള് മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ബട്ട് കമ്പാരിറ്റീവ്ലി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ട് തന്നെ മറ്റ് പ്രോവിൻസിനെ വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പ്രോവിൻസ് അല്ല, ലൈക്ക് BC തന്നെ തണുപ്പുള്ള സ്ഥലങ്ങൾ വേറെ ഉണ്ട്. അല്ല മറ്റ് സ്ഥലങ്ങളെ വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ വാൻകൂവർ ഇസ് വേ ബെറ്റർ. ഈ ചെറിയ മഴയും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. ഇപ്പോൾ വാൻകൂവറിൽ നിന്നാണെങ്കിൽ ഒരുപാട് ഫ്ലൈറ്റ് ക്യാൻസലേഷൻസും ഡിലേസും ഒക്കെ കഴിഞ്ഞ ദിവസം നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി അത്യാവശ്യം ഓവർ ടൈം ഒക്കെ ഉണ്ട്. ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന മോൺട്രിയാൾ, ടൊറോണ്ടോ, ലൈക്ക് ഈവൻ ആൽബർട്ട അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ വെതർ ഭയങ്കര അഴുക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനടുത്തൊരു കോസ്കോ ഉണ്ട് കേസ്. ഞാൻ ആ കോസ്കോയുടെ അവിടെ കൊണ്ട് പാർക്ക് ചെയ്തു. അതാകുമ്പോൾ സേഫുമാണ്. പിന്നെ കോസ്കോ കസ്റ്റമേഴ്സിന് റേറ്റും കുറവാണ് പാർക്കിങ്ങിന്. അല്ലെ ഇവിടെ പാർക്കിങ് റേറ്റ് കൂടുതലാണ്. അപ്പോൾ അതവിടെ കൊണ്ടിട്ടു. പിന്നെ തിരിച്ചു വരുമ്പോൾ നമുക്ക് കോസ്കോയിൽ കയറുകയും ചെയ്യാം. വേറൊരു കണ്ടന്റ്. കോസ്കോയിലൊന്നും വാങ്ങിച്ചില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോയി നോക്കാനൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷേ കയറിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും.
പിന്നെ നേരെ കമ്മ്യൂണിറ്റി ഐ അവിടെ ചെറുതായിട്ട് നടക്കാനുണ്ട്, നടന്നു പോകാം. അത്യാവശ്യം നല്ല മഴയുണ്ട് കേസ്, അതുകൊണ്ട് ഹാറ്റൊക്കെ എടുത്താൽ കിട്ടും. ഇനി പനി പിടിച്ചു കഴിഞ്ഞാൽ വള്ളിയാണ്. കുറച്ച് ദിവസമായിട്ട് ഇനി ജോലിയൊക്കെ ഉണ്ട്. ജില്ലെന്ന് പോയി നോക്കാം. ഈ കോംപ്ലക്സിനകത്താണ് നമ്മുടെ കമ്മ്യൂണിറ്റി ഐ തുറന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല ബിസിയാണ്. സംഭവം ഓപ്പണാണ് ഗൈസ്. നമുക്ക് ജില്ലെന്ന് പോയി നോക്കിയിട്ട് വരാം. ഇവിടെ അത്യാവശ്യം സെലക്ഷൻസൊക്കെ ഉണ്ട് ഗൈസ്. പക്ഷെങ്കിൽ നമ്മുടെ നാട്ടിലെ വില വെച്ച് കമ്പയർ ചെയ്യുന്നതിന് ഭയങ്കര കൂടുതലാണ് ഇവിടെ കണ്ണാടിക്ക് വില. എന്തായാലും ഇത് ഇൻഷുറൻസ് കവേർഡ് ആയതുകൊണ്ട് നമുക്ക് വലിയ വള്ളിയില്ല. അയാളോടെ നോക്കിയെടുക്കട്ടെ. ഗ്ലാസൊക്കെ സെറ്റ് ചെയ്തു. ഇനി പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിപ്പോൾ പ്രിസ്ക്രിപ്ഷൻ അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ പ്രിസ്ക്രിപ്ഷൻ നമുക്ക് ആഡഡ് ആണ്, നമ്മുടെ ഇൻഷുറൻസിൽ ആഡഡ് ആണ്. അപ്പോൾ ട്യൂസ്ഡേ വന്ന് എനിക്ക് പ്രിസ്ക്രിപ്ഷൻ ഒന്നുകൂടെ ചെയ്യണം, ലൈക്ക് ഒന്നുകൂടെ ഐ ടെസ്റ്റ് ചെയ്യണം. പിന്നെ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ എനിക്കൊരു മോഡൽ വേണമായിരുന്നു റെയ്ബാൻ്റെ. അത് ഓൾറെഡി ഇവരോട് പറഞ്ഞിട്ടുണ്ട്, അവരത് വരുത്തി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻ കേസ് ആരെങ്കിലും വാൻകൂവറിലുള്ള ആർക്കെങ്കിലും ഇങ്ങനെ സൺഗ്ലാസ് നോക്കുന്നുണ്ടെങ്കിൽ ഇവർ വന്നു കഴിഞ്ഞാൽ ഇവർ ഡയറക്റ്റ്ലി നമ്മുടെ ഇൻഷുറൻസുമായിട്ട് ബില്ല് ചെയ്തോളും. പിന്നെ നമുക്കൊരു ചെറിയ അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ചെയ്തു തരും. പിന്നെ ഞാൻ എടുത്ത ഗ്ലാസ്സിന്, ഞാൻ നോക്കുന്ന ഗ്ലാസ്സിന് ഓൾമോസ്റ്റ് $400 വില. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ $400 ഫ്രെയിമും ലെൻസും കൂടെ എടുത്ത് കഴിയുന്ന ഏകദേശം നല്ല തീരുമാനമാകും. പക്ഷേ ഇവിടുത്തെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് കഴിഞ്ഞാൽ ഫ്രെയിം എടുത്തു കഴിഞ്ഞാൽ ലെൻസ് ഫ്രീ ആണ്. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്തു. പക്ഷേ ഈ $400 എന്ന് പറയുന്നത് തന്നെ നാട്ടിൽ ഏതാണ്ട് ഒരു 30,000 അടുപ്പിച്ചായി. ഈ 30,000 നാട്ടിൽ കൊടുക്കാമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്ലാസ്, ഇതിൻ്റെ ഒരു 5,000 കൊടുക്കാമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്ലാസ് കിട്ടും. അത് നല്ല പ്രിസ്ക്രിപ്ഷൻ, നല്ല കട്ടിയുള്ള പ്രിസ്ക്രിപ്ഷനൊക്കെ ആണെങ്കിൽ ഇതും കിട്ടും. ആ ഒരു ബെനിഫിറ്റാണ്. അതുകൊണ്ടാണ് നാട്ടിൽ നിന്ന് വരുന്നവർക്ക് കൂടുതലും ഗ്ലാസ്സൊക്കെ അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വരുന്നത്. ഇവിടുത്തെ ഏറ്റവും എക്സ്പെൻസീവായിട്ടുള്ള 2 കാര്യങ്ങളാണ് ഡെൻ്റലും പിന്നെ കണ്ണും. ഇത് രണ്ടും ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ നമ്മുടെ ഇൻഷുറൻസ് ഇതുപോലെ ഇപ്പം എൻ്റെ ഇൻഷുറൻസ് $350 എനിക്ക് കവറേജ് ഉണ്ട്. വൈഫിൻ്റെ ഇൻഷുറൻസിൽ $350 കവറേജ് ഉണ്ട്. പിന്നെ $150 ഈച്ച് 2 ഇൻഷുറൻസിലും ടെസ്റ്റിങ്ങും കവേർഡാണ്. അപ്പോൾ നമുക്കിത് ഇൻഷുറൻസ് കവേർഡ് ആയതുകൊണ്ട് നമ്മളിതിനെപ്പറ്റി വലിയ വറീഡല്ല. ബട്ട് സ്റ്റിൽ ഇത് ഭയങ്കര എക്സ്പെൻസീവാണ്. നമ്മൾ പൈസ കൊടുത്ത് മേടിക്കാൻ പോയി മുടിഞ്ഞ എക്സ്പെൻസീവാണ്. അപ്പോൾ എനിക്ക് ഏതായാലും ഇനിയും ഒരു $300 കൂടെ ബാക്കിയുണ്ട്. അതുകൊണ്ട് നമുക്ക് സൺഗ്ലാസ് വല്ലതും സെറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ കോസ്കോയിൽ വന്നു ഗൈസ്. ആദ്യം കാണുന്നത് ഫുഡ് കോർട്ട്. അപ്പോൾ അങ്ങനെ കോസ്കോ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഇനി ചെറിയൊരു ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും കാണിച്ച് ഞാൻ വെറുപ്പിക്കുന്നില്ല. കോസ്കോയിൽ നിന്നൊരു ഐറ്റം ഞാൻ മേടിച്ചത് ആക്ച്വലി ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിഫോർണിയ ക്രാബ് റോൾ. കോസ്കോയിൽ ഒരുമാതിരിപ്പെട്ട ഫുഡ് ഐറ്റംസ് ഒക്കെ ഭയങ്കര ചീപ്പാണ്. ഇതും ചീപ്പായിരുന്നു. ഇതൊരു $7-8 ഒക്കെ കണ്ടേ ഉള്ളായിരുന്നു. കമ്പാരിറ്റീവ്ലി കോസ്കോയിലെ ഏറ്റവും ഹൈ പ്രൈസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റമാണ് ഇത്. ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. അപ്പോൾ ഓക്കെ ഗൈസ്, വേറെ വിശേഷങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്, കീപ് സപ്പോർട്ടിങ്. എനിക്കറിയാം കുറച്ച് വീഡിയോസായിട്ട് ഇങ്ങനെ വലിയ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. പക്ഷേ എൻഡ് ഓഫ് മാർച്ച് അല്ലെങ്കിൽ ഫസ്റ്റ് വീക്ക് ഓഫ് ഏപ്രിൽ നമ്മൾ ട്രിപ്പ് ഉണ്ട് ഗൈസ്. അപ്പോൾ വൈബായിരിക്കും. അപ്പോൾ ഇനിയും തുടർന്ന് 2 വീഡിയോയും കൂടി ഇങ്ങനെ വെറുപ്പിയിലായിരിക്കും. അല്ല വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ ഇടയ്ക്ക് റീൽസൊക്കെ ഇട്ട് നമുക്ക് ഈ ചാനലൊന്ന് ആക്റ്റീവായിട്ട് നിർത്തണമല്ലോ. അങ്ങനെയൊക്കെ സെറ്റാക്കിക്കൊണ്ട് നമുക്ക് വീണ്ടും അടിപൊളിയായിട്ട് സെറ്റാക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച്, കീപ് സപ്പോർട്ടിങ്. റോയ് കാറ്റേക്ക് സൈനിങ് ഓഫ്.